ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 103 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ഇവിടെ 3 ത്രികോണങ്ങളുണ്ട്. ഈ 3 ത്രികോണങ്ങളുടെയും ഏരിയ കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതായത് പരപ്പളവ്. അപ്പൊ ഈ 3 ത്രികോണങ്ങളും മട്ടത്രികോണാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ മട്ടത്രികോണം ആക്കണം. എങ്ങനെ? ലംബം വരയ്ക്കുക. ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ലംബം വരയ്ക്കുക. ഇവിടെ ഒരു ലംബം വരച്ചു. അത് ആദ്യത്തെ കഴിഞ്ഞിട്ട് അടുത്തയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ത്രികോണം ആ ലംബം വരച്ചതിന് ശേഷമുള്ള ആ ത്രികോണ ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുക. അപ്പൊ ബേസ് 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 30 തന്നിട്ടുണ്ട്, ഇത് 90. അപ്പൊ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? കുറച്ചുകൂടി വലിയ ഫിഗർ വരയ്ക്കാം. ഇത് 60, ഇത് 30, ഇത് 90. അപ്പൊ ഇവിടെ 2, ഇവിടെ ബേസ് ഫുള്ളാണ് 3. അപ്പം 90യുടെ ഓപ്പോസിറ്റ് 2. അപ്പൊ ഇത് 30, 60, 90 ട്രയാങ്കിൾ അല്ലേ? 30, 60, 90 ട്രയാങ്കിൾ. റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3:2. ഞാൻ റേഷ്യോയുടെ സിമ്പിൾ ഇടുന്നില്ല, പക്ഷെ അത് വേറൊരു പോർഷൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അപ്പോഴും പറഞ്ഞു തരാം. അപ്പം ഇത് 1 സെന്റിമീറ്റർ വെച്ചാണ് എടുക്കുന്നത്. 31 ആണെങ്കിൽ 30യുടെ ഓപ്പോസിറ്റ് 92 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 31 ആയിരിക്കും. 30 ഇവിടെ 1 വരും. ഇത് √3 ടൈംസ്. അപ്പൊ ഇവിടെ √3 കിട്ടും. പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതി. ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര? 3. ഫുള്ള് എടുക്കണം. 3 ഇൻറ്റു ഹൈറ്റ് 1. അപ്പൊ എത്ര കിട്ടി? 3/2 കിട്ടും. 3/2 ഈക്വൽ ടു 1.5 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 3/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഇനി രണ്ടാമത്തെ ചിത്രത്തില് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നു അല്ലേ? അപ്പൊ ഇവിടെ 30, ഇവിടെ 90. ഇതുപോലെ തന്നെ 30, 60, 90. 30, 60, 90. അപ്പം 90യുടെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ റേഷ്യോ 1:√3:2. 1√3:2. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് 2 തന്നെയാണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60യുടെ ഓപ്പോസിറ്റ് √3 തന്നെ. അപ്പൊ ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് മനസ്സിലായല്ലോ? 90യുടെ ഓപ്പോസിറ്റ് ഓൾറെഡി 2 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 60യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, √3. ഓൾട്ടിറ്റ്യൂഡ് √3. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ഫുൾ എടുക്കണം. 3 ഇൻറ്റു ഹൈറ്റ് √3. 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചിത്രത്തിൽ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുന്നു. ഇത് 90. അപ്പൊ ഈ ട്രയാങ്കിൾ എന്തായി? 45, 45, 90 ആയില്ലേ? ഇത് 90, ഇവിടെ 45 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും? 45 ആയിരിക്കും അല്ലേ? അപ്പൊ 45, 45, 90 ട്രയാങ്കിൾ. 45, 45, 90 കാണുന്നില്ലല്ലോ. ഇത് കുറച്ചുകൂടി വലുതാക്കി വരയ്ക്കാം. ഇവിടെ തന്നെ വരയ്ക്കാം. ഇത് 45, ഇത് 45, ഇത് 90. 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് തന്നിരിക്കുന്നത്. അപ്പം 45, 45, 90 ട്രയാങ്കിൾ. സൈഡ്സ് 1, 1, √2. അപ്പൊ √2ന്റെ സ്ഥാനത്ത്, അതായത് 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് തന്നിരിക്കുന്നത്. √2ന്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഈ 1ന്റെ സ്ഥാനത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 2നെ നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? √2 എന്നാണ് കിട്ടുക. അപ്പൊ ഇവിടെ √2 ആണെങ്കിൽ ഇവിടെയും √2. അപ്പൊ നമുക്ക് ഇനി ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈക്വൽസ്
ഹാഫ് ഇൻറ്റു ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി? √2 എന്ന് കിട്ടി അല്ലേ? ബേസ് എത്ര? 3 ഇൻറ്റു √2. അപ്പം 3യും √2ഉം വേണമെങ്കിൽ വെട്ടാം, ഇല്ലാതെ അങ്ങനെ തന്നെ ഇട്ടിരിക്കാം. കുറച്ചുകൂടി അടുപ്പിച്ച് എഴുതാം. ഈക്വൽസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു √2. 3√2/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ 3√2/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 45-45-90 ട്രയാങ്കിളും 30-60-90 ട്രയാങ്കിളിനെയും കുറിച്ചാണ് പഠിച്ചത്. ഞാനത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. 90 45-45-90 ട്രയാങ്കിൾ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1, ഹൈപ്പോട്ടന്യൂസ് ഇത് 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 1/√2. റേഷ്യോ പറയുകയാണെങ്കിൽ 1:1:√2. അത് നിങ്ങൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ റേഷ്യോ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി 30-60-90 ട്രയാങ്കിൾ നോക്കിക്കേ. 90 30 60 30-60-90 ട്രയാങ്കിൾ 30-60-90 ട്രയാങ്കിൾ റേഷ്യോ ഓഫ് ദ സൈഡ്സ് 1:√3:2. അതായത് എന്താണ് 30യുടെ ഓപ്പോസിറ്റ് 1 എടുക്കുകയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? √3 ആയിരിക്കും. 90യുടെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതെല്ലാം നമ്മൾ സെന്റിമീറ്ററിൽ എടുത്തതാണ് കാണിക്കുന്നത്. ഇപ്പം ഇത് നമുക്ക് നോക്കിക്കേ. 30, 45, 60 ഒന്നും പെടാത്ത ഒരു കോൺ തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയും മട്ടത്രികോണം തന്നെയാണ്. 1 ആംഗിൾ 90. ഈ ആംഗിൾ ഇപ്പൊ ഞാൻ 35 എന്ന് കൊടുക്കുക, 35 ഡിഗ്രി എന്ന് കൊടുക്കുക. 35ന്റെ വില നമുക്ക് അറിയത്തില്ല. ബാക്കി ഏതിന്റെയും വിലകൾ നമുക്ക്, അതായത് 30, 60, 45ന്റെ എല്ലാം വിലകൾ നമുക്ക് അറിയാം. പക്ഷെ എന്നാൽ 35ന്റെ വില നമുക്ക് അറിയത്തില്ല. മൂന്നാമത്തെ കോൺ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 180ന്ന് 90 + 35 ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി. പക്ഷെ നമുക്ക് വശങ്ങളുടെ നീളമൊന്നും ഇല്ലല്ലോ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് അതിനായിട്ടൊരു ടേബിൾ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ട്രിഗ്നോമെട്രിക് ടേബിൾ എന്ന് പറയും. ആ ടേബിളിലെ വിലകൾ നമുക്ക് തരും. പരീക്ഷയ്ക്കായാലും ആ വിലകളായിരിക്കും തരിക. ഇപ്പം 30, 45, 60 വിലകൾ തരില്ല. അല്ലാതുള്ള 35, 55 അങ്ങനെയുള്ള 32 ഇങ്ങനെയുള്ളതിന്റെയൊക്കെ വിലകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഇങ്ങനെ ഇത്തരം, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ തന്നാൽ അത് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന്റെ ക്രിയകളും അതിന്റെ റേഷ്യോസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ടേബിൾ ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് 3 റേഷ്യോസ് തന്നിട്ടുണ്ട്: സൈൻ, കോസ്, ടാൻ. ഈ റേഷ്യോസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ വിലകൾ ദശാംശ സ്ഥാനത്തില് 4 അക്കങ്ങൾ വരെ തന്നിട്ടുണ്ട്. എക്സാമിനേഷന് നിങ്ങൾക്ക് 2 or 3 അക്കങ്ങൾ മാത്രമേ തരികയുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരുന്ന ട്രിഗ്നോമെട്രിക് ടേബിളില് എല്ലാ വിലകളും ഉണ്ട്. അതെല്ലാം പണ്ട് മുതലേ ഗണിതശാസ്ത്രജ്ഞന്മാര്, മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ച് ഒരു ടേബിൾ ആക്കി വെച്ചിരിക്കുന്നതാണ്. അതനുസരിച്ച് നമുക്ക് വിലകള് കണ്ടെത്തി ചെയ്യാം. എന്നാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ടേബിൾ ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 വിലകൾ, അത് നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 3 റേഷ്യോസ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്: സൈൻ, കോസ്, ടാൻ. ഈ 3 റേഷ്യോസിന്റെയും വിലകൾ തരുന്നതായിരിക്കും. പക്ഷെ ഏത് റേഷ്യോ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നോക്കിക്കേ. ഇതിനെല്ലാം നമുക്ക് ഈ വശങ്ങൾക്കെല്ലാം പ്രത്യേകം പേരുകൾ തന്നെ ഉണ്ട്. 90 ഡിഗ്രി എതിരെ വരുന്നതിനെ നമുക്ക് പറയുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്.
ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം. 35 ഡിഗ്രി കോണിന് എതിരെയുള്ള വശമാണ് ഇത്. അപ്പൊ എതിരെയുള്ള വശം ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പറയാം? എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഈ 35 ഡിഗ്രിയുടെ തൊട്ടടുത്തുള്ള വശമാണ് ഇത്. അതിന് നമുക്ക് സമീപവശം അല്ലെങ്കിൽ അഡ്ജസെന്റ് സൈഡ് എന്ന് പറയാം. അഡ്ജസെന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം. നമ്മൾ എടുക്കുന്ന കോണിന് ആസ്പദമാക്കി അനുസരിച്ചാണ് ഈ സമീപവശവും എതിർവശവും വരിക. ഇത് എടുക്കുന്ന കോണിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എതിർവശം ഇവിടെ വരും, സമീപവശം തൊട്ടടുത്ത്. സമീപം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം തൊട്ടടുത്തുള്ള. എതിർന്ന് കേൾക്കുമ്പോൾ എതിരെയുള്ള, ഓപ്പോസിറ്റ്. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് റേഷ്യോസ് കിട്ടും. എങ്ങനെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ് ഒരു റേഷ്യോ കിട്ടും, അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനോസ് വേറെ റേഷ്യോ കിട്ടും, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് വേറെ റേഷ്യോ കിട്ടും. അങ്ങനെ 3 തരത്തിൽ നമുക്ക് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസിന്റെ എല്ലാം പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൈൻ ആദ്യത്തെ റേഷ്യോ ആണ് സൈൻ റേഷ്യോ. ഈ സൈൻ റേഷ്യോയ്ക്ക് ചുരുക്കത്തില് SIN എന്ന് എഴുതും. അപ്പോഴെല്ലാരും സിൻ എന്നല്ല വായിക്കേണ്ടത്, സൈൻ എന്ന് തന്നെയാണ്. അത് ഷോർട്ട് ഫോം ആണ്. സൈൻ റേഷ്യോ ആദ്യത്തെയാണ് സൈൻ റേഷ്യോ. ഈ സൈൻ റേഷ്യോ എന്ന് പറയുന്നത് ഏത് കോണാണോ ആ കോണിന് എതിർവശം ബൈ കർണം. സൈൻ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ നമുക്ക് ഇവിടെ 35 ആംഗിൾ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പം ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ 35 ഡിഗ്രി. ആംഗിൾ 35 ഡിഗ്രിയുടെ എതിരെയുള്ള വശം, അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ സൈൻ ഉണ്ട ആംഗിൾ എഴുതാം. ആംഗിൾ 35 ഡിഗ്രി ബൈ ഈ ഹൈപ്പോട്ടിനൂസിന് എതിർവശവും സമീപവശവും മാറിയാലും കർണം മാറില്ല. ഹൈപ്പോട്ടിനൂസ് എപ്പോഴും സ്ഥിരമായിരിക്കും. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടിനൂസ്. ഏറ്റവും വലിയ വശമാണ്. അതായത് ലോങ്സ്റ്റ് സൈഡ് ഈസ് ഹൈപ്പോട്ടിനൂസ്. ഇത് രണ്ടും ഷോർട്ടസ്റ്റ് സൈഡാണ്. അപ്പോൾ സൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈൻ ഇപ്പം നമുക്ക് 35 എടുത്തോണ്ട് സൈൻ 35 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം. ആദ്യം ABC. Sin C. C can be any angle. Sin C is equal to opposite of angle C by hypotenuse. എതിർവശം ബൈ കർണം. സിയുടെ എതിർവശം ബൈ കർണം. സിയുടെ എതിർവശം ബൈ കർണം. സി എന്ന് പറയുന്ന കോണാണ്. അപ്പൊ ഇവിടെ സി നമുക്ക് എന്ത് എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് മനസ്സിലായല്ലോ. സൈൻ 35 എന്ന് പറയുന്നത് ഈ ചിത്രത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇത് എഴുതുന്നത് കേട്ടോ. സൈൻ 35 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ 35 ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഈ ആംഗിൾ മാറുമ്പം സൈഡും മാറുമെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലേ. ഇനി മറ്റൊരു ചിത്രത്തിലാണെങ്കിൽ നമുക്ക് ഈ ആംഗിളിനെ ആസ്പദമാക്കി എങ്ങനെ എഴുതാം? സൈൻ എ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ്. ആദ്യം ഓപ്പോസിറ്റ് സൈഡ് എന്ന് എഴുതാം. OPP എന്ന് എഴുതുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഏതാണ്? BC ബൈ ഏതാണ്? ഹൈപ്പോട്ടിന്യൂസ് AC. അപ്പൊ സൈൻ എ ഈക്വൽസ് BC ബൈ AC. രണ്ടാമത്തെ റേഷ്യോ കൊസൈൻ, ദാറ്റ് ഈസ് കോസ്.
ഈ ആംഗിളിനെ അനുസരിച്ച് നമുക്ക് കൊസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസൈൻ ഓഫ് ആംഗിൾ ഇപ്പൊ നമുക്ക് എ ആണുള്ളത്. കൊസൈൻ ഓഫ് ആംഗിൾ എ കോസി. കൊസൈൻ ഓഫ് ആംഗിൾ എ ദാറ്റ് ഈസ് കോസി എടുക്കാം ഈക്വൽസ്. അപ്പം ആദ്യത്തെ സൈൻ റേഷ്യോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ കോസ് റേഷ്യോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അഡ്ജസന്റ് side of angle A by hypotenuse. ഇവിടെ എയുടെ തൊട്ടടുത്തുള്ളത് ഏതാണ്? എ ബി. ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? എ സി. അപ്പൊ കോസ് എ ഈക്വൽസ് എ ബി ബൈ എ സി. ഇപ്പൊ ആംഗിൾ ആണ് മെഷർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ 55 ആയതുകൊണ്ട് cos 55 എന്ന് എഴുതാം. എ ബി ബൈ എ സി. അപ്പൊ എ ബിയുടെ ഏതിന്റെയെങ്കിലും മെഷർ നമുക്ക് തന്നിരിക്കും. ഒരെണ്ണത്തിന്റെ മെഷറും തരും, ആംഗിളും തരും. അങ്ങനെയാകുമ്പോൾ മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ കഴിയും. ഈ മറ്റൊരു ചിത്രത്തിലാണെങ്കിൽ ഇപ്പൊ ആംഗിൾ താഴെ വരികയാണെങ്കിൽ നേരത്തെ എടുത്ത ആദ്യത്തെ ഫിഗർ പോലെ വേണം നമുക്ക് വരയ്ക്കാൻ. ഇവിടെ 35 ഡിഗ്രി എ ബി സി നമുക്ക് പേര് കൊടുക്കാം. ഇതെന്തായിട്ട് വരും? ഓപ്പോസിറ്റ്. ഇതെന്തായിട്ട് വരും? അഡ്ജസന്റ്. ഞാൻ ചുരുക്കപ്പേര് എഴുതുന്നത്. ഇതെന്താ? ഹൈപ്പോട്ടിന്യൂസ് അല്ലെ? അപ്പം ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമുക്ക് കോസ് റേഷ്യോ എഴുതാം. എത്ര കിട്ടും? കോസ് റേഷ്യോ കോസ് സി. ഇവിടെ സി ആണ് തന്നിരിക്കുന്നത്. കോസ് സി ഈക്വൽസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. adjacent side of angle C by hypotenuse. Adjacent എത്രയാ വരുന്നത്? ആംഗിൾ സിയുടെ അടുത്തുള്ളത് ഏതാ? ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. ഓക്കെ, ഇവിടെ എന്താണ്? ആംഗിൾ എ എടുത്തപ്പോഴത്തേക്ക് എ ബി ബൈ എ സി. ഇവിടെ സിയുടെ വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? 35 എന്ന് കൊടുക്കാം. കോസ് 35 ഡിഗ്രി ഈക്വൽസ്, ഇവിടെയും ഡിഗ്രി ആണ്, ബി സി ബൈ എ സി. അപ്പൊ ബി സിയുടെ അല്ലെങ്കിൽ എ സിയുടെ ഏതിന്റെയെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് തന്നിരിക്കും. കുറച്ചുകൂടി മുകളിലോട്ട് എഴുതാം. കോസ് 35 ഈക്വൽസ് ബി സി ബൈ എ സി. ഇതാണ് കോസ് 35 ഈക്വൽസ് ബി സി ബൈ എ സി. മനസ്സിലായോ? അപ്പം സൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ഓഫ് ദ ഗിവൺ ആംഗിൾ ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ഓഫ് ദാറ്റ് ആംഗിൾ ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓർത്തിരിക്കാൻ ഞാൻ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം, ഇതെല്ലാം പഠിച്ചതിന് ശേഷം. ഓക്കെ, ഇത് നമ്മൾ മൂന്നാമത്തെ റേഷ്യോയിലേക്ക് പോവുകയാണ്. അടുത്ത മൂന്നാമത്തെ റേഷ്യോ ആണ് ടാൻജന്റ് ഓഫ് ദ ഗിവൺ ആംഗിൾ. ടാൻജന്റ് ഷോർട്ട് ഫോം ഈസ് ടാൻ എന്ന്. ടാൻ ഓഫ് ദ ഗിവൺ ആംഗിൾ. ഇവിടെ രണ്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഇവിടെ 35ഉം 55. ഇവിടെ 35 സിയിലും 55 എയിലും. ഇതിനെ 35നെ അനുസരിച്ച് ഇത് ഓപ്പോസിറ്റും ഇത് ഏതാണ്? അഡ്ജസന്റും ഇത് ഹൈപ്പോട്ടിന്യൂസും ആണ് അല്ലെ? ഇതിനെ അനുസരിച്ചോ ഇത് അഡ്ജസന്റും ഇത് ഓപ്പോസിറ്റും ഇത് ഹൈപ്പോട്ടിന്യൂസും. ഈ രണ്ട് ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം ടാൻജന്റ് റേഷ്യോ. ടാൻജന്റ് ബ്രാക്കറ്റിൽ ടാൻ. അപ്പൊ ഈ ടാൻ റേഷ്യോ എന്ന് പറയുന്നത് ഏത് രണ്ട് സൈഡിന്റെയും റേഷ്യോ ആണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതെല്ലാം റേഷ്യോസ് ആണ്. അപ്പം ടാൻ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ടാൻ ഓഫ് ആംഗിൾ സി.
ടാൻജന്റ് ഓർ ടാൻ ഓഫ് ആംഗിൾ സി. ഇതിനെ ഷോർട്ടായിട്ട് നമുക്ക് എന്ത് എഴുതാം? ടാൻ സി എന്ന് എഴുതാം. ടാൻജന്റ് ഓഫ് ആംഗിൾ സി, or that is tan C equals opposite side of angle C by adjacent side of angle C. അപ്പൊ ഏത് വരും? tan C equals ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത്? എ ബി അല്ലേ? എ ബി ബൈ ബി സി. സി എന്ന് പറയുന്നത് 35 ആയതുകൊണ്ട് നമുക്ക് ടാൻ 35 ഒന്ന് ഈക്വൽസ് എ ബി ബൈ ബി സി. ഇതിൻ്റെ അകത്ത് എ ബി അല്ലെങ്കിൽ ബി സി ഏതെങ്കിലും ഒരെണ്ണം തരും. പിന്നെ ടാൻ 35ന്റെ വാല്യൂ നമുക്ക് തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ടാൻ റേഷ്യോ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ചിത്രം, ബേസ്ഡ് ഓൺ ദ സെക്കൻഡ് ഫിഗർ. ഇവിടെ ടാൻ എന്ന് പറയുന്നത് എന്താണ്? 55, ടാൻ 55 അല്ലെ ടാൻ എ എന്ന് എഴുതാം. ടാൻ എ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ബൈ adjacent side of angle A. Tan A equals opposite ഏതാ? ബി സി ആണ് അല്ലേ? ബി സി ബൈ എ ബി. ഇവിടെ എയുടെ വാല്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് 55 എന്ന് എഴുതാം. ടാൻ 55 ഈക്വൽസ് ബി സി ബൈ എ ബി. അപ്പൊ നമ്മള് 3 റേഷ്യോയും പഠിച്ചു കഴിഞ്ഞു. സൈൻ, കോസ് ആൻഡ് ടാൻ. ഇതിനെല്ലാം ബേസ് നമുക്കൊരു എന്താണ്? ടേബിള് വരയ്ക്കണം. ടേബിളിലൂടെ നമുക്ക് അത് പഠിക്കാം. അടുത്തത് നമുക്ക് ടേബിള് വരയ്ക്കാം. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ആംഗിൾസും ഫിഗേഴ്സും വരച്ചിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് സൈൻ, കോസ്, ടാൻ ഇതാ. ഇവിടെ 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രി. 30 ഡിഗ്രി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Opposite by hypotenuse. Opposite of that angle by hypotenuse. So, 1 by 2 എന്നത്. Cos ratio. ഇതാണ് നമ്മൾ പഠിച്ചത്. Adjacent side by hypotenuse. √3/2. Tan ratio. Opposite by adjacent. 1/√3. ഇതാണ് സൈനും കോസും ടാന്റെയും റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് അത് 30 ഡിഗ്രിയുടെ. ഇനി നമുക്ക് എന്താണ്? 45 ഡിഗ്രിയുടെ എഴുതാം. 45 ഡിഗ്രിയുടെ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/√2. കോസും അത് തന്നെയാണ്. ഓപ്പോസിറ്റ് ബൈ അല്ല, കോസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് അതേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. സോറി, അതേ വാല്യൂ തന്നെയാണ്. ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/1, ദാറ്റ് ഈസ് 1. അപ്പോഴ് 45 ഡിഗ്രിയുടെ നമ്മൾ കഴിഞ്ഞു. ഏതൊക്കെ റേഷ്യോ? അവസാനം നമുക്ക് എല്ലാം കൂടി ഒബ്സർവ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് 60 ഡിഗ്രിയുടെയാണ്. സൈൻ 60, അതായത് സൈൻ ഓഫ് 60 ഡിഗ്രി എന്താണ്? ഓപ്പോസിറ്റ് ബൈ എന്താണ് പറയുന്നത്? ഇവിടെ എങ്ങനെയാ √3 വരുന്നത്? ഇവിടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് √3/2. ഇനി cos 60 അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് 1/2. tan 60 ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് √3/1 എന്ന് കിട്ടുക. ദാറ്റ് ഈസ് √3 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് പഠിക്കാം. നോക്കിക്കേ, നമുക്ക് ഈ ടേബിള് ശരിക്കും അനലൈസ് ചെയ്താൽ ചില വാല്യൂസ് ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, സൈൻ 30 ഹാഫ്
ഇവിടെ ഹാഫ് വരുന്ന ഏതാണ്? cos 60 ഹാഫ്. അപ്പൊ sin 30യും cos 60. എന്താണ്? sin 30യും cos 60. പിന്നെ ഇവിടെ √3/2 വരുന്നുണ്ട്. cos 30 √3/2. ഇവിടെ √3/2 വരുന്ന ഏതാണ്? sin 60 √3/2. അപ്പം ഏതാണ്? cos 30യും sin 60യും ഒരേ വാല്യൂ. പിന്നെ sin 45ഉം cos 45ഉം സെയിം വാല്യൂ 1/√2. tan 45 1 ആണ്. ഇവിടെ നോക്കിക്കേ, tan 30 1/√3 ആണെങ്കിൽ tan 60 അതിന്റെ റെസിപ്രോക്കല് √3 എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓർത്തിരുന്നാൽ മതി വാല്യൂസ്. ചിലതല്ല ഈക്വലാന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. ഒരു ചിത്രം, ട്രയാങ്കിളിന്റെ ചിത്രമാണ്. രണ്ട് സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ. ഫൈൻഡ് ഏരിയ. അപ്പൊ ഏരിയ കാണാൻ നമുക്ക് രണ്ട് സൈഡും ഉണ്ട്, ഒരു ആംഗിളും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ദ സൈഡ്സ് വി ഹാവ് ദ ആംഗിൾ 50 ഡിഗ്രി. അപ്പം ഏരിയ കാണുന്ന ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇതിന് നമുക്കൊരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണ്, പെർപെൻഡിക്കുലർ. അപ്പം ഇതിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ബേസ് 6 സെന്റിമീറ്റർ എന്ന് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 50 ഡിഗ്രിയാ. ഇത് 90 ആകുമ്പോൾ ഇത് എത്ര? 40 ഡിഗ്രി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ 50 ഡിഗ്രി ഉള്ളതുകൊണ്ട് ഇവിടെ 40 കണ്ടുപിടിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എതിർവശമാണ്, ഈ 50യുടെ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന് നമുക്ക് ആദ്യം പേര് കൊടുക്കാം. ABCD. എന്താണ്? we have to find AD to get the area. We have to find AD to get the area. To find the area. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ട്രയാങ്കിൾ എടുത്താൽ മതി, ഈ ചെറിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ABD. ഇൻ ട്രയാങ്കിൾ ABD ഇതാണ് നമുക്ക് വേണ്ടത്. 50യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ് അറിയാം. അപ്പൊ ഏത് റേഷ്യോ എടുക്കേണ്ടത്? സൈൻ ആണ് അല്ലെ? സൈൻ 50 ഈക്വൽസ് AD by AB ഈക്വൽസ് AD by AB എത്ര? 4. അപ്പൊ സൈൻ ബി എന്ന് വേണമെങ്കിലും എടുക്കാം. ഇവിടെ വേണമെങ്കിൽ ആദ്യം ബി കൊടുക്കാം. സൈൻ ബി ഈക്വൽസ് AD by AB. AD by 4. Sin B is sin 50. Sin 50 equals AD by 4. ഇനി sin 50യുടെ വാല്യൂ നമുക്ക് ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? sin 50 അപ്രോക്സിമേറ്റ് വാല്യൂ is 0.7660 ആണ്. അപ്പൊ നമുക്ക് 3 ഡിജിറ്റ് എടുത്താൽ മതിയാകും. അപ്പൊ ഇപ്പോഴും ഞാൻ ആദ്യം മൊത്തം കൊടുക്കുകയാണ്. അപ്പൊ AD ആണ് കണ്ടുപിടിക്കേണ്ടത്. AD ഈക്വൽസ്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ബ്രാക്കറ്റിൽ തന്നിരിക്കും. AD ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 into sin 50 ഈക്വൽ 4 into 0.7660 ഇവിടെ എഴുതിയേക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? ഈക്വൽസ് 3.064 എന്ന് ആൻസർ കിട്ടും. 3.064 എന്ന് കിട്ടും. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? AD കിട്ടി. നമുക്കിനി എന്താ കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഈക്വൽസ് half into BC into AD അല്ലേ? half into BC 6 into AD നമുക്ക് ഇവിടെ കിട്ടി 3.064.
ഇതിനു വേണ്ടിയാണ് ഇട്ടിരുന്നത്. ഇനി 2ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 12 19 3 3 9 9.192 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് 2 ഡിജിറ്റിന് എഴുതി കഴിഞ്ഞാൽ 9.19 എന്ന് കിട്ടും. ഇത് മീറ്റർ സ്ക്വയർ. Therefore, area equals 9.19 മീറ്റർ സ്ക്വയർ എന്നോ സ്ക്വയർ മീറ്റർ എന്നോ എഴുതാം. ചിലപ്പോൾ അവര് 2 പ്ലേസിനോ 1 പ്ലേസിനോ ഒക്കെ കറക്റ്റ് ചെയ്ത് എഴുതാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതണം. ഇപ്പൊ നമ്മൾ 2 പ്ലേസിനാണ് എഴുതുന്നത്. ഇനി 1 പ്ലേസിന് എഴുതാൻ പറഞ്ഞാൽ ഇത് 9 ആണ് അല്ലെ? 5ഉം 5ൽ കൂടുതലും വന്നാൽ ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുക, ഇപ്പുറത്തോട്ട് ആഡ് ചെയ്യുക. അപ്പം 9.2 എന്ന് കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തീർന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ചെയ്യാനുള്ളത് നമുക്ക് 5 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Till then, bye. Okay.